സ്റ്റാലിനോ വിജയോ അതോ പളനിസാമിയോ? തമിഴ്നാട്ടിൽ ആരെ അധികാരത്തിലെത്തും? പ്രീ പോൾ സർവേ ഫലം എത്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രവചനാതീതമായ പോരാട്ടഭൂമി അതാണ് തമിഴ്നാട്. ആര് വാഴും ആര് വീഴുമെന്ന് അവസാന നിമിഷം വരെ പറയാൻ കഴിയാത്ത സസ്പെൻസുകളുടെ, നാടകീയതയുടെ, അട്ടിമറികളുടെ നാട്. എംജിആറിന്റെയും കലൈഞ്ചർ കരുണാനിധിയുടെയും പുരട്ചി തലേവി ജയലളിതയുടെയും ഇതിഹാസതുല്യമായ പോരാട്ടങ്ങൾ കണ്ട ഈ തമിഴ് മണ്ണിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. വർഷങ്ങളായി ദ്രാവിഡ പാർട്ടികൾ കുത്തകയാക്കി വെച്ചിരുന്ന ഈ സിംഹാസനത്തിലേക്ക് ഇത്തവണ ഒരു പുതിയ കാറ്റ് വീശുന്നുണ്ട്. ആരായിരിക്കും വരും കാലങ്ങളിൽ തമിഴ്നാടിനെ നയിക്കുക? ഭരണ തുടർച്ചയുമായി MK സ്റ്റാലിൻ വീണ്ടും കരുത്ത് തെളിയിക്കുമോ? അതോ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ AIADMK ഒരു വൻ തിരിച്ചുവരവ് നടത്തുമോ? ഇതിനെല്ലാം അപ്പുറം തമിഴകത്തിന്റെ സ്വന്തം ദളപതി വിജയ് രാഷ്ട്രീയ ഗോതിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സമവാക്യങ്ങളെല്ലാം എങ്ങനെ മാറിമറിയും? ഉത്തരങ്ങളില്ലാത്ത ഈ ചോദ്യങ്ങൾക്കിടയിലേക്കാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയ നാടിമിടിപ്പ് കൃത്യമായി അറിയാവുന്ന നക്കീരൻ മാസിക തങ്ങളുടെ മെഗാ പ്രീ പോൾ സർവേ ഫലങ്ങളുമായി കടന്നു വരുന്നത്. വെറുമൊരു കണക്കെടുപ്പല്ല ഇത്. വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ സർവേ ഫലങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ DMK സഖ്യം തന്നെ വീണ്ടും വരുമെന്നാണ് സർവേ നൽകുന്ന ഏറ്റവും വലിയ സൂചന. 45.50% വോട്ടുകൾ നേടി DMK സഖ്യം മുന്നിലാണെന്ന് കണക്കുകൾ പറയുന്നു. MK സ്റ്റാലിൻ എന്ന അധികായന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കഴിഞ്ഞ 5 വർഷമായി നടപ്പിലാക്കിയ ജനപ്രിയ പദ്ധതികളുടെ പ്രതിഫലനമാണ് ഈ മുന്നേറ്റമെന്ന് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുന്ന മകളിർ ഉരിമൈ തൊകൈ പോലെയുള്ള പദ്ധതികൾ ഗ്രാമീണ മേഖലയിലും നഗരങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാവേരി നദീതടം അഥവാ ഡെൽറ്റ മേഖലകൾ എക്കാലത്തും DMKയുടെ കോട്ടകളാണ്. ഈ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ ഇത്തവണയും ആർക്കും കഴിയില്ലെന്ന് സർവേ അടിവരയിടുന്നു. തിരുവാരൂർ, മണ്ണാർഗുഡി, തിരുത്തുറൈപ്പൂണ്ടി തുടങ്ങിയ മണ്ഡലങ്ങളിൽ 50% മുകളിലാണ് DMK സഖ്യത്തിന്റെ വോട്ട് വിഹിതം. അതായത് അവിടെ മത്സരിക്കുന്ന എതിരാളികൾക്ക് യാതൊരു പഴുതും നൽകാതെയുള്ള വൻ വിജയമാണ് ഭരണകക്ഷി ലക്ഷ്യമിടുന്നത്. നഗരങ്ങളിലെ കഥയും വ്യത്യസ്തമല്ല. ചെന്നൈയുടെ പ്രാന്തപ്രദേശങ്ങളായ പല്ലാവരം, ചെങ്കൽപ്പെട്ട്, താമ്പരം എന്നിവിടങ്ങളിൽ 48 മുതൽ 49% വരെ വോട്ടുകൾ നേടി DMK തങ്ങളുടെ നഗര സ്വാധീനം അരക്കിട്ടുറപ്പിക്കുന്നു. IT മേഖലയുടെ വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവും ഈ നഗര വോട്ടർമാരെ DMKയോട് ചേർത്ത് നിർത്തുന്നു. എന്നാൽ ഇതൊരു സമ്പൂർണ്ണ വിജയമാണോ? ഇവിടെയാണ് സസ്പെൻസ് തുടങ്ങുന്നത്. ജയലളിതയുടെ വിയോഗത്തിന് ശേഷം AIADMK തകർന്നടിയുമെന്ന് പ്രവചിച്ചവർ നിരവധിയാണ്. എന്നാൽ എടപ്പാടി പളനിസ്വാമി എന്ന EPSന്റെ ചാണക്യതന്ത്രങ്ങൾ പാർട്ടിയെ ഒരു വലിയ തകർച്ചയിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ശക്തമായില്ലെങ്കിൽ പോലും 38% വോട്ടുകൾ നേടി AIADMK സഖ്യം DMKക്ക് തൊട്ടുപിന്നിൽ തന്നെയുണ്ടെന്നത് ഭരണകക്ഷിക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പടിഞ്ഞാറൻ തമിഴ്നാട് അഥവാ കൊങ്ങു മേഖല AIADMKയുടെ ജീവനാഡിയാണ്. ഉദുമൽപേട്ടെ, മടത്തുകുളം, തിരുപ്പൂർ നോർത്ത്, പല്ലടം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇപ്പോഴും 43 മുതൽ 46% വരെ വോട്ടുകൾ അവർക്ക് ലഭിക്കുമെന്ന് സർവേ പറയുന്നു. കർഷകരും വ്യവസായികളും സാധാരണക്കാരുമടങ്ങുന്ന ഈ മേഖലയിൽ EPSനുള്ള സ്വാധീനം ചെറുതല്ല. തെക്കൻ തമിഴ്നാട്ടിലെ നാങ്കുനേരിയിലും മധുര വെസ്റ്റിലും അവർ നടത്തുന്ന മുന്നേറ്റം സൂചിപ്പിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഭരണകക്ഷിക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ AIADMK സജ്ജമാണെന്നാണ്. ഒരു ചെറിയ ശതമാനം വോട്ടുകളുടെ വ്യതിയാനം മതി ഈ 38% എന്നത് വിജയത്തിലേക്ക് വഴിമാറാൻ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ദുർബലമാണെന്ന തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ സർവേ അത് തിരുത്തി കുറിക്കുന്നു. ഇനി ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സസ്പെൻസിലേക്ക് വരാം. പതിറ്റാണ്ടുകളായി സിനിമയിലൂടെ തമിഴ് മക്കളുടെ മനസ്സിൽ ഇടം നേടിയ ദളപതി വിജയ് തമിഴക വെട്രി കഴകം എന്ന പുതിയ പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ എല്ലാവരും ചോദിച്ചത് ഒന്നാണ്: വിജയ്ക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ എന്തു ചെയ്യാൻ കഴിയും? നക്കീരൻ സർവേ നൽകുന്ന ഉത്തരം ഞെട്ടിക്കുന്നതാണ്. തങ്ങളുടെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 9.50% വോട്ടുകൾ TVK നേടുമെന്നാണ് പ്രവചനം.
തമിഴ്നാട് പോലെയുള്ള ഇരുമുന്നണി രാഷ്ട്രീയത്തിൽ പടുത്തുയർത്തപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഒരു പുതിയ പാർട്ടി 10% വോട്ട് നേടുക എന്നത് ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ തുടക്കമാണ്. ഇത് വെറുമൊരു വോട്ട് ശതമാനമല്ല, DMK-യുടെയും AIADMK-യുടെയും വിജയ പരാജയങ്ങൾ നിശ്ചയിക്കാൻ പോകുന്ന നിർണായക വോട്ടുകളാണ്. ആരുടെ വോട്ടുകളാണ് വിജയി പിടിക്കുന്നത്? യുവാക്കൾ, ആദ്യമായി വോട്ട് ചെയ്യുന്നവർ, രണ്ട് പ്രധാന പാർട്ടികളോടും അനുഭവമില്ലാത്ത നിഷ്പക്ഷ വോട്ടർമാർ എന്നിവരാണ് പ്രധാനമായും TVK-യുടെ കരുത്ത്. നഗരപ്രദേശങ്ങളിലാണ് വിജയ്ക്ക് കൂടുതൽ സ്വാധീനം. കാരേക്കുടിയിൽ 14%, IT ഹബായ ഷോളിങ്ങനല്ലൂരിൽ 13%, റാണിപ്പേട്ടിൽ 13% വോട്ടുകൾ അവർ നേടുമെന്നത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ 9.5% വോട്ടുകളായിരിക്കും. വിജയ് ഇത്തവണ കിങ് മേക്കർ ആകുമോ, അതോ പരമ്പരാഗത പാർട്ടികളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി അട്ടിമറികൾ സൃഷ്ടിക്കുമോ എന്നത് വരും നാളുകളിലെ ഏറ്റവും വലിയ കാത്തിരിപ്പാണ്. സീമാന്റെ നേതൃത്വത്തിലുള്ള നാം തമിഴർ കക്ഷി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിരം സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. വലിയ സഖ്യങ്ങളുടെയൊന്നും ഭാഗമാകാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് 4.80% വോട്ട് അവർ നിലനിർത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. തമിഴ് ദേശീയത, പരിസ്ഥിതി സംരക്ഷണം, പ്രാദേശിക വികാരം എന്നീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സീമാനെ വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. ശരാശരി 4 മുതൽ 7% വരെ വോട്ടുകൾ മിക്ക മണ്ഡലങ്ങളിലും അവർ നേടുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അവർ സൃഷ്ടിക്കുന്ന അട്ടിമറി അവിശ്വസനീയമാണ്. ഉദാഹരണത്തിന് കാരേക്കുടി. അവിടെ നാം തമിഴർ കക്ഷി 18% വോട്ടുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത്. ഇത് ഇരു മുന്നണികൾക്കും വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഈ 4.80% വോട്ടുകൾ ഏതു പക്ഷത്തേക്ക് മറിയുന്നുവോ അവർക്കായിരിക്കും വിജയം. സീമാന്റെ ഈ നിശബ്ദ മുന്നേറ്റം ആരും കാണാതെ പോകുന്ന ഒരു വലിയ ഘടകമാണ്. നക്കീരൻ സർവേയിലെ അവസാനത്തെ ചില കണക്കുകൾ ആരെയും ഞെട്ടിക്കും. ഇവിടെയാണ് യഥാർത്ഥ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി DMK സഖ്യം മുന്നിലാണെങ്കിലും ചില മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം. കാരേക്കുടിയിൽ DMK സഖ്യത്തിനും AIADMK സഖ്യത്തിനും സർവേ നൽകുന്നത് 33% വോട്ടുകൾ വീതമാണ്. കൃത്യം സമനില. അവിടെയാണ് സീമാന്റെ പാർട്ടിയുടെ 18%, വിജയുടെ പാർട്ടിയുടെ 14% വോട്ടുകൾ വരുന്നത്. അതായത് വിജയും സീമാനും ചേർന്നാണ് കാരേക്കുടിയിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ തെക്കേയറ്റമായ കന്യാകുമാരിയിലും കഥ ഇത് തന്നെയാണ്. ഇരു മുന്നണികളും 41% വോട്ടുകളോടെ ഒപ്പത്തിനൊപ്പമാണ്. തിരുപ്പരൻ കുണ്ട്രത്തും നന്നിലത്തും ഇരു മുന്നണികളും 43% വോട്ടുകൾ വീതം നേടി സമനില പാലിക്കുന്നു. ഭുവനഗിരിയിലും ചിദംബരത്തും സർവേ ഫലങ്ങൾ കൃത്യമായ ഒരു സമനിലയാണ് പ്രവചിക്കുന്നത്. അതായത് ഈ മണ്ഡലങ്ങളിൽ കേവലം 100-200 വോട്ടുകൾക്കായിരിക്കും സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുക. അവസാനത്തെ ഒരു മാസം നടക്കുന്ന പ്രചരണങ്ങളോ പുറത്തുവരുന്ന ഒരു വിവാദമോ പുതിയതായി പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയോ മതി ഈ സമവാക്യങ്ങളെല്ലാം കാറ്റിൽ പറത്താൻ. ഓരോ വോട്ടും ഇവിടെ ജീവൻ മരണ പോരാട്ടത്തിന്റെ വിലയുള്ളതാണ്. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം ഒരു അധികാര കൈമാറ്റം മാത്രമല്ല, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. ഒരു വശത്ത് തങ്ങളുടെ കോട്ടകൾ കാത്തുസൂക്ഷിക്കാൻ DMK, മറുവശത്ത് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ പൊരുതുന്ന AIADMK. ഇതിനിടയിലേക്ക് യുവാക്കളുടെയും സാധാരണക്കാരുടെയും ആവേശമായി കടന്നുവരുന്ന സാക്ഷാൽ ദളപതി വിജയ്, ഒപ്പം തമിഴ് വികാരം ആളിക്കത്തിക്കുന്ന സീമാനും. നക്കീരന്റെ ഈ പ്രീപോൾ സർവേ ഫലം നമുക്ക് നൽകുന്നത് ഒരു വലിയ ചിത്രത്തിന്റെ ചെറിയൊരു സൂചന മാത്രമാണ്. DMK സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ടെങ്കിലും വിജയത്തിലേക്ക് എളുപ്പമുള്ള ഒരു യാത്രയായിരിക്കില്ല ഇത്. ഓരോ മണ്ഡലത്തിലും ഓരോ ബൂത്തിലും നടക്കാൻ പോകുന്നത് ജീവൻ മരണ പോരാട്ടമായിരിക്കും. പ്രാദേശിക വിഷയങ്ങൾ, സഖ്യങ്ങളിലെ മാറ്റങ്ങൾ, അവസാന നിമിഷത്തെ അടിയൊഴുക്കുകൾ, ഇതെല്ലാം ഈ സർവേ ഫലങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. വരും ദിവസങ്ങളിൽ തമിഴ്നാട് കാണാൻ പോകുന്നത് ഇനിയും തീരാത്ത നാടകീയതകളുടെ ഒരു വലിയ പരമ്പരയാണ്.